മുസ്ലിം ലീഗിനെ കുറിച്ച് വിമർശിച്ച് എങ്ങനെ മുസ്ലിം വിമർശനാവുക? എങ്ങനെ ആവുക? അതാണ് ഞാൻ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പ്രസംഗിച്ചു പോകാൻ പറ്റും. പ്രസംഗിക്കേണ്ടത് പ്രസംഗിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളൊക്കെ ഈ സമുദായത്തിൽ ജനിച്ച ആളുകളാണ്. സ്മൃതി പരുത്തിക്കാട് മനസ്സിലാക്കേണ്ട ഞാൻ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ മുസ്ലിം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് എറണാകുളത്തുള്ള എന്നെ പോലുള്ള ഈ സമുദായത്തിൽ ജനിച്ച മുസ്ലിങ്ങൾക്ക് നാണക്കേടാണ്. കാരണം എന്താണെന്നറിയോ? ഒരു ഫാക്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. സബൽ മൂപ്പിക്കാത്തെന്ന് കേട്ടിട്ടുണ്ടോ? സബൽ മൂപ്പിക്കാത്തെന്ന് പറഞ്ഞാൽ 7 വൻ പാപങ്ങളുണ്ട്. ഒരിക്കലും ഒരു മതവിശ്വാസി ചെയ്യാൻ പാടില്ലാത്ത 7 വൻ പാപങ്ങൾ. അതിന്റെ ഒത്തൊരു വൻ പാപമാണ് പലിശ. മലപ്പുറം ജില്ലയിലെ സകല സഹകരണ ബാങ്കുകളും അടക്കി ഭരിക്കുകയും കേരള ബാങ്ക് അടക്കം ഭരിക്കുന്നത് ഇതേ മുസ്ലിം ലീഗ് ആണ്. പലിശ വാങ്ങരുത്, കൊടുക്കരുത്, എഴുതരുത്, പലിശയുമായി ബന്ധപ്പെട്ട് പോരുതെന്ന് പറയുന്ന മതത്തിന്റെ പേരും വെച്ച് രാഷ്ട്രീയം നടത്തുന്ന ഇമാതിരി പോക്രിത്തരം ചെയ്യുന്ന ലീഗ് എങ്ങനെ മുസ്ലിമാവും? അവിടെ മറ്റേ ഈന്തപ്പഴത്തിന്റെ കുരുവല്ലല്ലോ എണ്ണി കൊടുക്കുന്നത് ബാങ്കിൽ. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ട് പറഞ്ഞുതരാം. അർശിന്റെ തണൽ കിട്ടുമെന്ന് പാണക്കാട് തങ്ങള് ഏത് കിതാബിലാണ് പറയുന്നത്? അർശ് എന്ന് പറഞ്ഞ സ്മൃതി പരുത്തിക്കാരന് മനസ്സിലാവും. ദ ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയില്. കിയാമെന്നാണെന്ന് മുസ്ലിങ്ങൾ പറയും. അവസാന കാലഘട്ടത്തിൽ സകല മനുഷ്യരെയും പാപങ്ങൾ വേർതിരിച്ച് അവരെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വിടാനായിട്ട് വിടുമ്പോ അവിടെ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ അർശിന്റെ തണല് കിട്ടുമെന്ന് പറയാൻ പാണക്കാട് ഞങ്ങളെ ഏത് കിതാബ് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്? ഞങ്ങളെപ്പോലുള്ള മുസ്ലിങ്ങളെ അപമാനിക്കലല്ലത്. ഏത് കിതാബ് നോക്കിയിട്ടാണ് പറയുന്നത്? പിന്നെ വേറെ 2 മണ്ടന്മാര് പറയുന്നുണ്ടായിരുന്നു. ഞാൻ 8 ഉംറ ചെയ്ത ആളാണ്. ഞാൻ 13 വർഷം സൗദി അറേബ്യയിൽ ജീവിച്ച ആളാണ്. 8ഓളം ഉംറ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല മദീന പള്ളിക്കകത്ത് ഇത്തിക്കാഫിരിക്കുമ്പോ ലീഗിന്റെ സദസ്സിലിരിക്കുന്നത് ഒരുപോലെയാണെന്ന്. ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്ത നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്നും പറയുന്ന പച്ച വർഗീയത പറഞ്ഞപ്പോ സ്മൃതി പരുത്തിക്കാട് ഒരു ഫാക്ട് ചെക്ക് ചെയ്യാനും പോയില്ലേ? ഈ നാട്ടിൽ എത്രയോ മതപണ്ഡിതന്മാരുണ്ട്, മതം പറയുന്ന എത്രയോ മനുഷ്യരുണ്ട്. ആരെയും വിളിച്ച് നിങ്ങൾ ഇത് ചോദിച്ചില്ലല്ലോ. സമുദായത്തിന്റെ കാര്യം പറയുമ്പോൾ ലീഗിനെയും പറയും, ജമാഅത്ത് ഇസ്ലാമിനെയും പറയും. ലീഗിനെ മാത്രം പറഞ്ഞു പോകാനല്ല നിൽക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിനെ പറഞ്ഞുതരാം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ എഴുതി വെച്ച് ബോംബ് പൊട്ടിച്ച് ആളെ കൊന്ന കൂട്ടരാണ് സിമി. അതിന്റെ മാതൃസംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. കഴിഞ്ഞില്ല. വിസ്മയം പോലെ താലിബാൻ പച്ചക്കച്ചടിച്ച് വെച്ച് വിതരണം ചെയ്ത് മാധ്യമം പത്രത്തില്. എവിടെയായിരുന്നു നിങ്ങള്? ഹുക്കൂമത്ത് ഇലാഹി 87 വരെ വോട്ട് ചെയ്യാത്ത സംഘടന. ജനാധിപത്യം ഇസ്ലാമിന് നിഷിദ്ധമാണെന്ന് പറഞ്ഞ മൗദൂദിസ്റ്റ് ആശയം കൊണ്ട് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി. ഇനി ഈ കാലഘട്ടത്തിൽ അവരിതെല്ലാം ഉപേക്ഷിച്ചെന്ന് വി ഡി സതീശനടക്കം പറയുന്നുണ്ട്. അപ്പൊ സ്മൃതീശനെ ഇനിയിപ്പോ മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം പറയാം. ഈ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഗെയിൽ പദ്ധതി പൈപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് നട റോഡിൽ ജുമാസ്കരിച്ചു. ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം 40 മീറ്റർ ആക്കണം എന്ന് പറയുന്ന NH വിഷയത്തിൽ ഇവരാണ് ആദ്യം കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. കേരളയിലെ വിഷയത്തിൽ ആദ്യമായിട്ട് ഇവരാണ് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. കുത്തിത്തിരിപ്പുണ്ടാക്കി പസാദ് വരുത്തുന്നതിനെക്കാട്ടിലും വലിയ അപവാദം ഇസ്ലാമിലില്ല. സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സമൂഹത്തില് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പണി ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്ത അത് ശിർക്കാണ്, അത് മതത്തിനെതിരാണ്. ഇത് ഞങ്ങൾ പറയും, 1000 വട്ടം മതത്തിന്റെ ഭാഗത്തുനിന്ന് പറയും. ഇനി രാഷ്ട്രീയമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ജനാധിപത്യത്തിന് അംഗീകരിക്കാതെ ഇവിടെ ദൈവരാഷ്ട്രം കൊണ്ടുവരണം ചിന്തിക്കുന്ന ആളുകളുമായി സഹകരിക്കാൻ കോൺഗ്രസ് താല്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് സഹകരിക്കുക. പക്ഷെ കോൺഗ്രസ് സഹകരിച്ചാണ് പണ്ട് ഇതുപോലെ വർഗീയവാദികളുടെ കൂടെ കൂടിയതുകൊണ്ടാണ് UP തലയില്ലാതായി പോയത്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയ കോൺഗ്രസ്സുകാർക്ക് കൊള്ളാം. ഞങ്ങൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിനെയും ഇവിടെ ഈ പറയുന്ന മുസ്ലിം ലീഗിനെയും അവര് മതം വെച്ച് കളിക്കുന്ന സകല പോക്രിത്തരങ്ങളും ഞങ്ങളിവിടെ വിളിച്ചു പറയും. 1000 വട്ടം വിളിച്ചു പറയും. അത് മതത്തിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയത്തോതി ഹദീസ് നോക്കി കൃത്യമായിട്ട് പറയാൻ ശേഷിയുള്ള ആളുകൾ ഈ സമുദായത്തിലുണ്ട്. ഞങ്ങളൊക്കെ ഈ സമുദായത്തിൽ ജനിച്ച അല്ലാതെ മലപ്പുറത്തോ മലബാറിലോ ഉള്ള കുറച്ച് മുസ്ലിങ്ങൾ മാത്രമല്ല. ഞങ്ങൾ ഈ ഇപ്പുറത്തേക്ക് പാലക്കാട് ഇപ്പുറം എറണാകുളത്തും അതുപോലെ തിരുവനന്തപുരം വരെ കിടക്കുന്ന കാക്കാമാരുണ്ട് ഈ നാട്ടിൽ. അപ്പൊ അതുകൂടി ഒന്ന് സ്മൃതി പരുത്തെ കടന്നു മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ആരും സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുക്കേണ്ടതില്ല. ലീഗ് രാഷ്ട്രീയം പറയും, ലീഗ് രാഷ്ട്രീയം പറയാം. ലീഗ് മതം പറഞ്ഞു വരാനാണെന്നുണ്ടെങ്കിൽ മതം പറയാൻ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതിൽ ഫാക്ട് ഉണ്ടാവും. കവലപ്രസംഗമായിട്ട് സ്മൃതി പരുത്തിക്കാരന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. കോഴിക്കോട് കടപ്പുറത്ത് ലീഗുകാരെ വിളിച്ചുകൂട്ടി കല്ലായി എന്ന് പറയുന്ന ഒരു തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞത് മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ചിരിക്കുന്നത് വ്യഭിചാരമാണെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ ലീഗുകാർ ഈ നാട്ടിലുള്ളപ്പോ നിങ്ങൾ എവിടെയായിരുന്നു സ്മൃതി പരുത്തിക്കാട്? ഫാക്ട് ചെക്ക് ചെയ്യാൻ പോയോ? കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിരുന്നു. ആർക്കാരെവേണമെങ്കിലും കല്യാണം കഴിക്കാമല്ലോ, നമ്മൾ എതിരൊന്നുമില്ല പറയുന്നത്. ഇപ്പൊ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണ്? മുസ്ലിം ലീഗുകാർ കൂടി വോട്ട് ചെയ്തിട്ടാണല്ലോ അവര് MP ആയത്. ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്?
എവിടെ കല്ലായിയുടെ നാക്കെവിടെ? കല്ലായിയുടെ നാക്കെവിടെയാണ്? എന്ത് തരമാണത് ആ കല്യാണം നടത്താൻ വേണ്ടി പോകുന്നത്? കെട്ടാൻ പോണത് ആരെയാണ്? ആരെയാണ് കെട്ടാൻ വേണ്ടി പോകുന്നത്? റിയാസ് വ്യഭിചാരമാണെന്നുണ്ടെങ്കിൽ ഇത് ഇനി നടക്കാൻ പോകുന്ന കല്യാണം എന്താണെന്ന് ലീഗുകാർ വോട്ട് ചെയ്ത് കൊടുക്കുന്ന അതേ വയനാട്ടിലുള്ള വോട്ടർമാർ ചോദിക്ക്. നിങ്ങൾക്ക് മാർക്സിസ്റ്റുകാരുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഇത്രമാത്രം വേവലാതി, മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിൽ മാത്രം ഇത്ര വേവലാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൂടി ചോദിക്കണ്ടേ? നിങ്ങൾ വലിയ സമുദായ സ്നേഹികളല്ലേ? ആരെ കല്യാണം കഴിക്കാൻ പോകുന്നത്? എന്ത് തരം കല്യാണമാണ്? പറയട്ടെ കല്ലായട പുഴുത്തതാകൊണ്ട്. ഒന്ന് വേറൊരുത്തൻ KM ഷാജി, മതമാണ് ഞങ്ങളുടെ, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണെന്ന് പച്ചക്ക് കോഴിക്കോട് കടപ്പുറത്ത് നാട്ടുകാരെ വിളിച്ചുകൂട്ടി വർഗീയത പറഞ്ഞ ഈ ഇഞ്ചി ഷാജിനേക്ക താങ്ങി നടക്കുന്ന നിങ്ങള് എന്ത് തരം മുസ്ലിമാണ്? ഒന്ന് പറയും. ഇത് മുസ്ലിം ലീഗല്ല, ഇത് മുനാഫിക് ലീഗാണ്. മുനാഫിക് ലീഗ്. ഫാക്ട് ചെക്ക് ചെയ്ത് മുനാഫിക് എന്താന്ന് സ്മൃതി പരുത്തിക്കാട് സ്വയം കണ്ടെത്തുക. ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക്